Hey all, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ബൈറ്റ്സ് ആൻഡ് ത്രോട്ടിൽ. കാറിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമെങ്കിലും നമ്മളിൽ പലർക്കും ക്ലീൻ ചെയ്യാൻ ഒരു ധൈര്യക്കുറവോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻറ്റ് കുറവോ ഉള്ളൊരു ഏരിയയാണ് കാറിൻ്റെ എഞ്ചിൻ ബേ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളമൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം കാറിൻ്റെ ഇലക്ട്രിക്കൽസിൻ്റെ അകത്തോട്ടൊക്കെ പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ഉൾഭയം കൊണ്ടാണ് നമ്മൾ പലരും അത് അവോയ്ഡ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഞാനും കാറും കൊണ്ടൊരു കാർ വാഷ് സെൻറ്ററിൽ പോയാൽ പോലും ഞാൻ അവരുടെ അടുത്ത് പ്രത്യേകിച്ച് പറയാറുണ്ട്, കാറിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും മാത്രം ക്ലീൻ ചെയ്താൽ മതി, കാറിൻ്റെ എഞ്ചിൻ ബേ ക്ലീൻ ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയാറുള്ളത്. മെയിൻ റീസൺ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പോളിത്തീൻ കവറൊക്കെ പോളിത്തീൻ കവർ വെച്ച് കവർ ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. എന്നാലും ഒരു ഉൾഭയം കാരണം ഞാനത് മാക്സിമം അവോയ്ഡ് ചെയ്യാറാണ് ഞാൻ പതിവ്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് കാറിൻ്റെ എഞ്ചിൻ ബേ ക്ലീൻ ചെയ്യുന്നത്, അതും എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ എങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്തതെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ വഴി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് 1-2 ഐറ്റംസ് മാത്രം മതി. അതിന് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് നല്ലൊരു ഡീഗ്രീസറാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന പ്രോക്ലിയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ, ഇതൊരു ചെന്നൈ ബേസ്ഡ് കമ്പനിയാണ്. ഒരു പ്രോക്ലിയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഡീഗ്രീസറാണ്. ഡീഗ്രീസർ അല്ലെങ്കിൽ ഒരു ആൾ പർപ്പസ് ക്ലീനർ. ആൾ പർപ്പസ് ക്ലീനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് കാറിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ പാർട്ടും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതായത് ടയറ്, നമ്മളെ റിംസ് അല്ലെങ്കിൽ അലോയ്, എൻജിൻ ബേ, സിന്തറ്റിക് ലെതർ, കാർപ്പറ്റ്സ്, മാറ്റ്സ് എന്ന് പറഞ്ഞ് അങ്ങനെ ആൾമോസ്റ്റ് എല്ലാ പാർട്ടും നമുക്ക് ഈ ഒറ്റ പ്രോഡക്റ്റ് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഡയറക്റ്റായിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്യണം, എന്നിട്ട് നമ്മൾ സ്പ്രേ വല്ലതും ചെയ്തിട്ടായിരിക്കും നമ്മളിത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയലൂഷൻ റേഷ്യോയും കാര്യങ്ങളൊക്കെ ഈ ബോട്ടിലിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 300-350 രൂപ എന്തോ ആയിരുന്നു. ഞാനിത് ആമസോണിൽ നിന്ന് ഇത് ഫ്രഷ് ആയിട്ട് വാങ്ങിയതാണ്. കാരണം മുമ്പ് ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു, അത് കാലിയായി. ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ഒരെണ്ണം മേടിച്ചാണ്. 2 ദിവസം മുമ്പ് കയ്യിൽ കിട്ടി. പിന്നെ കൊറോണ കാരണം ഞാൻ ഇതിനെ വീടിൻ്റെ പുറത്ത് ഞാനൊരു 2 ദിവസം ക്വാറൻറ്റൈനിൽ വെച്ചിരുന്നു. ഇപ്പോൾ ഇന്നൊന്ന് സാനിറ്റൈസറൊക്കെ ചെയ്തിട്ട് കയ്യിലെടുത്ത പ്രോഡക്റ്റാണ്. അപ്പോൾ നല്ലൊരു ഡീഗ്രീസർ അല്ലെങ്കിൽ ഒരു ആൾ പർപ്പസ് ക്ലീനർ നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രഷാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ഡീറ്റെയിലിംഗ് ബ്രഷും പിന്നെ ഒരു ടൂത്ത് ബ്രഷുമാണ്. നമുക്കൊരു ടൂത്ത് ബ്രഷ് എന്തായാലും നമുക്ക് അവൈലബിൾ ആണ്, കുഴപ്പമില്ല. പക്ഷേ ഡീറ്റെയിലിംഗ് ബ്രഷ് എന്ന് പറയുമ്പോൾ ഇത് ഇച്ചിരി കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷേ ഇതിന് ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ സാധാരണ ഒരു പെയിൻറ്റിംഗ് ബ്രഷോ ഈ ഒരു സൈസിനുള്ള ചെറിയൊരു പെയിൻറ്റിംഗ് ബ്രഷോ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് ഓൾഡ് മൈക്രോഫൈബർ ടവൽ. ഒരു ബ്രാൻഡ് ന്യൂ ടവൽ തന്നെ വേണമെന്നില്ല, എന്നാലും ഒരു പഴയ മൈക്രോഫൈബർ ടവൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. സാധാരണ ഒരു മൈക്രോഫൈബർ ടവൽ വാങ്ങാനായിട്ട് ഉപേക്ഷ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 മൈക്രോഫൈബർ ടവൽ ആമസോണിൽ കിട്ടും. അത് വാങ്ങി ഉപയോഗിക്കുക. ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണം എഞ്ചിനിലും ടയറിനും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. 2 എണ്ണം നമ്മുടെ വണ്ടിയുടെ എക്സ്റ്റീരിയർ ക്ലീൻ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മൊത്തത്തിൽ ആവശ്യമുള്ള സാധനം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ പാർക്കിങ്ങിൽ പോയിട്ട് കാണാം. അപ്പോൾ ഇതാണ് നിലവിൽ എഞ്ചിൻ ബേയുടെ കണ്ടീഷൻ. അപ്പോൾ ഇതിലെവിടെയാണ് അഴുക്ക്, ഇതാണോ നീ ക്ലീൻ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നവരെ നിയമപരമായും കായികപരമായും നേരിടും. കാരണം നമ്മൾ വണ്ടി ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ടൈമും എഫോർട്ടും വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഷാമ്പു അല്ലെങ്കിൽ ഡീഗ്രീസറും കുറച്ച് ഉപയോഗിച്ചാൽ മതി. സോ ഫ്രീക്വൻ്റ് ആയിട്ട് വണ്ടി ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് ആൾവേസ് ബെറ്റർ. കാരണം നമ്മൾ ഒരുപാട് സമയവും കാശും ലാഭിച്ചു തരും. അപ്പോൾ ഐശ്വര്യമായിട്ട് ബോണറ്റ് ഡോറിൽ നിന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാം. ആക്ച്വലി അങ്ങനെ ബോണറ്റിൽ നിന്നാണ് ആദ്യം ക്ലീൻ ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അധികം അഴുക്കോ മണ്ണോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു ടവൽ വെച്ച് വൈപ്പ് ചെയ്താൽ മതിയാവും. പക്ഷേ അതേസമയം ഒരുപാട് മണ്ണും ചെളിയും പൊടിയും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ APC വെച്ചൊന്ന് സ്പ്രേ ചെയ്യുക. അതിനുശേഷം ഒരു ഡീറ്റെയിലിംഗ് ബ്രഷോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും പെയിൻറ്റ് ബ്രഷോ ടൂത്ത് ബ്രഷോ ഏതെങ്കിലും ഒരു ബ്രഷ് വെച്ചൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ടവൽ വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്പാർക്ലിംഗ് ക്ലീൻ തന്നെ വേണമെന്നുള്ളൊരു നിർബന്ധമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ അഴുക്കും പൊടിയും കാര്യങ്ങളും ഒന്ന് ക്ലീൻ ആവണം. ബോണറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എഞ്ചിൻ ബേയിലോട്ട് വരാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്, അതായത് ലൂസ് ഡസ്റ്റുള്ള ഏരിയയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് APC വെച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് ടവൽ വെച്ച് വൈപ്പ് ചെയ്താൽ മതി. പക്ഷേ അതേസമയം കുറച്ച് ഹാർഡ് ഡസ്റ്റ്, അതായത് കുറച്ച് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുള്ള ഏരിയയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ബ്രഷ് വെച്ചൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്തെടുക്കുക.
അതുപോലെ തന്നെ സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. വെള്ളം അകത്ത് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, കാരണം നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ ടവൽ വെച്ചൊന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു സേഫർ സൈഡിന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുന്നതായിരിക്കും ആൾവേസ് ബെറ്റർ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വൈറ്റൽ ഏരിയ, അതായത് എഞ്ചിനും ഇലക്ട്രിക്കൽസും വരുന്ന ഏരിയയിലാണ് ഈ സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടൊന്ന് സ്പ്രേ ചെയ്താൽ മതി. അതുപോലെ തന്നെ ചില പൈപ്പ്സും അല്ലെങ്കിൽ ചില വയേഴ്സും നമുക്ക് സ്പ്രേ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഈ ബ്രഷ് ചെയ്യാനോ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടവലിൽ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ആ ടവൽ വെച്ചൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. ആസ് എ ഫിനിഷിംഗ് ടച്ച് നമുക്ക് എഞ്ചിൻ ബേ ഒന്ന് ഓടിച്ചൊന്ന് സ്പ്രേ ചെയ്യാം. അതിനുശേഷം വേഗം തന്നെ ഒരു നല്ലൊരു മൈക്രോഫൈബർ ടവൽ വെച്ച് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യുക. ആവശ്യമെങ്കിൽ ഈ മൈക്രോഫൈബർ ടവലിൽ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഏതെങ്കിലും നമ്മൾ മിസ്സായ ഏരിയയോ അല്ലെങ്കിൽ ആദ്യത്തെ നമ്മൾ ഫസ്റ്റ് ടൈം ക്ലീൻ ചെയ്തപ്പോൾ നമ്മൾ ടച്ച് ചെയ്യാൻ മറന്നുപോയ ഏരിയയോ അല്ലെങ്കിൽ ആ ക്ലീൻ ചെയ്ത സമയത്ത് എന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കുന്ന റെസഡിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫൈനൽ ടച്ചിൽ കംപ്ലീറ്റായി ക്ലീൻ ആകുകയും ചെയ്യും. എഞ്ചിൻ ബേക്ക് ഒരു ഫൈനൽ ഒരു കൂൾ ലുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ എൻജിൻ ബേ കുളിച്ച് കുട്ടപ്പനായിരിപ്പുണ്ട്. കാണാൻ നല്ല ലുക്കും ഭംഗിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ഓപ്ഷണൽ ചോയ്സാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു എയർ ബ്ലോവർ അല്ലെങ്കിൽ ഒരു വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എയർ ഒന്ന് ബ്ലോ ചെയ്ത് വിടുക. കാരണം അവിടെ ഇവിടെയായിട്ട് എന്തെങ്കിലും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ എയർ ബ്ലോവർ വഴി ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പൊക്കോളും. ഇനി എയർ ബ്ലോവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഈ ടവൽ വെച്ച് വൈപ്പ് ചെയ്താൽ മതി. ഇത് വിത്തിൻ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ വെള്ളം വേപ്പറൈസ് ആയി പോകും. നമ്മളെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു വെള്ളം നമ്മൾ സ്പ്രേ ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എയർ ബ്ലോയർ ഉണ്ടെങ്കിൽ ഒന്ന് ബ്ലോ ചെയ്യുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു ഫൈനൽ പോയിൻ്റ് കൂടെ പറയാനുണ്ട്. അതായത് ഈ ഒരു എൻജിൻ ബേ ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് ആവശ്യം വന്നത് 100 മില്ലി വെള്ളവും അതിന് മാച്ചായിട്ടുള്ള ആൾ പർപ്പസ് ക്ലീനർ. അതായത് ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ഒരു എൻജിൻ ബേ ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 100 ml വാട്ടറും ഒരു 5 ml APC മതിയാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഗിവ് മി എ തംസ് അപ്പ്. സീ യു സൂൺ. ബൈ.